പകൽ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. കാസർകോട്ടെ പെൺകുട്ടിയുടെ മരണത്തിൽ പോലീസിനെ ഇന്നും കുടഞ്ഞ ഹൈക്കോടതി. 15-കാരിയെ കാണാതാകുന്നത് ഒളിച്ചോട്ടമാണെന്ന് അനുമാനിച്ചത് എന്തടിസ്ഥാനത്തിലെന്ന് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച്. എന്തുകൊണ്ട് പോക്സോ കേസ് എടുത്തില്ല? അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്ന് സർക്കാർ കേസ് ഡയറി ഹാജരാക്കി. മീനച്ചിലെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ ഉറച്ച് PC ജോർജ്. പിന്തുണയുമായി BJP. കണക്ക് വേണമെങ്കിൽ മാധ്യമങ്ങൾ എണ്ണി നോക്കാൻ വെല്ലുവിളി. ചേട്ടാ, വിവാഹം കഴിച്ച് പോകണേ നല്ലതാണ്, എനിക്ക് തർക്കമില്ലെന്ന്. ഇപ്പം മറ്റു മതസ്ഥരെ കല്യാണം കഴിക്കാം, വളരെ എന്നാ കുഴപ്പം. പക്ഷെ ഇതല്ല, ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകും, പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഞാൻ അറിയുന്നത് അതുങ്ങളൊക്കെ ജീവിതം കട്ടപ്പയായെന്ന്. ജോർജിനെ പിന്തുണച്ച് KCBC മധ്യവിരുദ്ധ സമിതിയും ജാമ്യം റദ്ദാക്കണമെന്ന യൂത്ത് ലീഗ്. നിയമോപദേശം തേടി പോലീസ്. പോപ്പുലർ ഫ്രണ്ടിനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 13 വർഷത്തിനിടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് 262 കോടിയിലധികം രൂപ. പലതും നൽകിയത് ആരെന്ന് വ്യക്തമല്ല. ചില സംഭാവനകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുമില്ല. ദേശീയ ആരോഗ്യ മിഷൻ വഴി കേരളത്തിന് കൊടുക്കാൻ ബാക്കിയുള്ളത് ചെലവ് കണക്ക് സമർപ്പിക്കാത്തതിന്റെ തുക. കണക്ക് തന്നാൽ അതും നൽകുമെന്ന് ആരോഗ്യമന്ത്രി JP നഡ്ഡ. ആശാവർക്കർമാരുടെ ആനുകൂല്യം കൂട്ടുന്നത് സജീവ പരിഗണനയിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം 30ാം ദിവസം. വയനാട് പുനരധിവാസ ടൗൺഷിപ്പിന്റെ പണി ഈ മാസം 27-ന് തുടങ്ങും. മുഖ്യമന്ത്രി തറക്കല്ലിടുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ നിയമസഭയിൽ. ദുരന്ത ബാധിതർക്ക് ചികിത്സയ്ക്ക് പോലും സർക്കാർ പണം നൽകുന്നില്ലെന്ന് T സിദ്ദിഖ്. CPM-ൽ വെടിനിർത്തൽ. പറഞ്ഞതെല്ലാം പിൻവലിച്ച് A പത്മകുമാർ. വിമർശിച്ചത് തെറ്റായിപ്പോയി, എന്ത് നടപടിയും നേരിടാൻ തയ്യാർ. സംസ്ഥാന കമ്മിറ്റി അംഗത്വം ഒഴിയാൻ തയ്യാറായിരുന്നുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. നവകേരള മാർച്ചിന്റെ പഴയ ചിത്രം പങ്കുവച്ചത് നല്ല ഉദ്ദേശത്തോടെ. മൗനം തുടർന്ന് P ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും.